ഹായ് ഫ്രണ്ട്സ്, റിതുസ് വ്ലോഗ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു കപ്പ് ചോറ് വെച്ചിട്ടുള്ള ഒരു സ്നാക്സാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് ചോറ് എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പം ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതവിടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളമായിട്ട് ഞാൻ ഒഴിച്ച് അടിച്ചെടുത്തിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂണ് തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ലൈക്ക് ചെയ്യാൻ എല്ലാവരും മറക്കരുത് കേട്ടോ. പിന്നെ ഇഷ്ടമായെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തോളൂ. ഇനി ഇതിലേക്ക് ഞാനൊരു 1.5 കയ്യിൽ ഇതുപോലത്തെ ചെറിയ കയ്യിലുകൊണ്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി, അതുപോലെ ഒരു തുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്കൊരു ഒരു കുറച്ച് നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങളിത് ചോറും ഇതൊക്കെ എത്ര എടുക്കണോ അതിനനുസരിച്ചിട്ട് തന്നെ ഈ കൂടുതൽ സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ പ്രത്യേകിച്ച് അളവൊന്നുമില്ല അതിന്. ഈ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ മിക്സിയുടെ ജാർ തന്നെ ഒന്ന് വെറുതെ ചീറ്റിയിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തതാട്ടോ. ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്കത് നല്ല കട്ടിയിൽ വേണ്ട, എന്നിട്ട് നല്ല ലൂസും വേണ്ട. അപ്പോൾ പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. അത് ഈ ഒരു പാകത്തിന് നമുക്ക് ആയി കിട്ടേണ്ടത് ഈ മാവ്. ഇനി ഇത് നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിവിടെ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം ഇതിങ്ങനെ പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. സോഡാപ്പൊടി ഞാൻ ഇട്ടിട്ടില്ല. സോഡാപ്പൊടി ഇടേണ്ട ആവശ്യമില്ല. സോഡാപ്പൊടി നിങ്ങൾക്ക് നല്ലോണം വീർത്ത് വരണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറിൽ നമുക്കിത് കോരി പാത്രത്തിലേക്ക് മാറ്റാം. അത് നന്നായി പുറംഭാഗം നന്നായി മുരിഞ്ഞ് വരുമ്പോൾ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള എല്ലാതും വറുത്തെടുക്കാം. നമ്മുടെ സ്നാക്സ് കൂടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാനാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. കറും കൂടെ സ്നാക്സാണ്. എന്താ പറയുക, പുറമെ നല്ല ക്രിസ്പി ആയിരിക്കുന്നുണ്ട്, ഉള്ളിൽ കുറച്ച് സോഫ്റ്റാണ്. ചിലത് നല്ല ഫുള്ളും ക്രിസ്പി ആയിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുതിട്ടാ. പിന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.